എന്താ ഇതിനെപ്പറ്റി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മൾ നിരന്തരം ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ TP കേസിലെ പ്രതികൾക്ക് അതൊന്നും വകയില്ലാതെ തന്നെ ഇഷ്ടം പോലെ പരോളുകൾ എല്ലാ സമയത്തും കൊടുക്കുകയാണ്. നിയമാനുസൃതമായ പരോൾ എന്നാണ് അവർ പറയുന്നത്. എത്ര നിയമാനുസൃതമായ പരോൾ കൊടുക്കും? ഇതിനൊരു വ്യവസ്ഥയില്ലേ? എന്താ ഈ കേസിലെ പ്രതികളെ മാത്രം ഇങ്ങനെ സർക്കാർ സംരക്ഷിച്ചു പോരുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇനി ഭരണകാലാവധി ഒരു 4 മാസം കൂടിയേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ പ്രതികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുക, ഞങ്ങൾ ഇവരെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് ആ പ്രതികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ തന്ത്രപ്പാടാണിത്. അതുകൊണ്ടാണ് അവരെ വിട്ടയക്കാൻ വേണ്ടിയുള്ള നീക്കം പോലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അന്വേഷണം ജയിൽ പോലീസ് ഓഫീസുകൾ മുഖാന്തരം നടക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചാണ്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പം നേരത്തെ TK രജീഷ് പുറത്തിറങ്ങി, ഇപ്പം 2 പേർ ഇപ്പോൾ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കണ്ടത് 45 ദിവസം സുഖചികിത്സ TK രജീഷ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ പരോള് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ കേസിലെ പ്രതികൾക്കെല്ലാം ഇഷ്ടം പോലെ ഇപ്പോഴും പരോള് കൊടുക്കുക, ആനുകൂല്യങ്ങൾ കൊടുക്കുക, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇതിനൊരു വ്യവസ്ഥയുമില്ല. ഇവരെ സംരക്ഷിക്കണം എന്നുള്ളത് സർക്കാരിൻ്റെ നിർബന്ധമാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അങ്ങേയറ്റം നടത്തും. അതിലേറെ നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. ഈ ജയിൽ DIG വിനോദ് കുമാർ ഈ കൊടിസുനിയുടെ ഉൾപ്പെടെ കൈക്കൂലി വാങ്ങി എന്നുള്ള വളരെ വിചിത്രമായ ഒരു വാർത്ത. പക്ഷേ ആ DIGക്കെതിരെ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവരെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. അപ്പം ജയിൽ പുള്ളികളുടെ അടുത്തു നിന്ന് പോലും കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ്റെ കീഴിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം ക്രിമിനലുകൾക്ക് യഥേഷ്ടം വിലസാൻ കഴിയുന്ന ഒരു ഭരണം ഒരുപക്ഷെ ഇനി കേരളത്തിൽ ഉണ്ടാകാനിരിക്കില്ല. ആ അടിഞ്ഞാട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം അവരെ ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളാം എന്നുള്ള ഉറപ്പിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ ഭരണകാലയളവ് മുഴുവൻ ഈ 10 വർഷവും ഈ പ്രതികൾക്കാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ലഭിച്ചത്. നമ്മുടെ ജയിലുകളിലേക്ക് എത്ര പ്രതികളുണ്ട്? കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട, മറ്റു കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട എത്ര പ്രതികളുണ്ട്. അവർക്കൊന്നും ഇതുവരെ കിട്ടാത്ത ആനുകൂല്യങ്ങൾ TP കേസിലെ പ്രതികൾക്ക് മാത്രം ലഭ്യമാകുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ വളരെ വ്യക്തമാണ്. കാരണം ഇവരെ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഇവർ പറയുന്നത് മുഴുവൻ ഈ സർക്കാരിന് എതിരായിരിക്കും. ഇതിലെ ആളുകളെ മുഴുവൻ തുറന്നു കാണിക്കും ഈ കേസിലെ പ്രതികൾ എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് കാലയളവേ ഉള്ളൂ എന്നറിയാം. ആ സമയത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ്, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.